ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. റൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളത്. ഈ ഒരു സമയത്ത് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഓക്കെ, യെസ്, ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു എന്നുള്ളതാണ്. അതായത് അവരും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ ഒരു സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോൾ, ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ ഈ വ്യക്തിയായിട്ട് തന്നെ സൈലൻ്റായിട്ട് ഇരുന്നു എന്നുള്ളതാണ്. അവർ യാതൊരു വിധത്തിലുമുള്ള ഒരു ആക്ഷൻ എടുക്കാതെ ഇരുന്നത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നുണ്ട്. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത്. അങ്ങനെ ഒറ്റപ്പെട്ട് പോയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ തന്നെ തടസ്സം വന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. മേ ബി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാണ്. മുന്നോട്ടിനി എന്താണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ടുള്ള പാത കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടച്ചു പോയി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ആ വ്യക്തിക്കുള്ളത്. ഇനി എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. There were other things that got in the way of us being together. അവർ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നതിൽ മറ്റെന്തൊക്കെയോ പ്രോബ്ലംസ് കാണുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടൽ ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉള്ളതായിട്ട് ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഈ സെപ്പറേഷൻ ഉണ്ടായത് എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ ഹാവൻ ടോൾഡ് യു എവറിത്തിങ്. നിങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് സീക്രട്സ് ഇപ്പോഴും ആ വ്യക്തിയുടെ ലൈഫിലുണ്ട്. അതൊന്നും അവരിപ്പോൾ പോലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സോ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് അങ്ങനെയുള്ള പല കാര്യങ്ങളും തുറന്നു പറയണമെന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഒത്തിരി സമയം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാനൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തോട്ട്സ് മനസ്സിൽ അവർക്ക് വരുന്നുണ്ട്. ഫീൽ ഷാറ്റഡ് അബൌട്ട് ദി സിറ്റുവേഷൻ. ഓക്കെ, അവരുടെ ഹൃദയം തകർന്നിരിക്കുന്നൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അതിന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർക്ക് ആ ഒരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്ത് അതൊരു റിയാലിറ്റി ആണെന്ന് സമ്മതിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ് വ്യക്തമാക്കുന്നത്. യെസ്, ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ ഫിക്സ് ചെയ്യണം. ഈ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം എൻഡ് ആകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഒരു റിയൂണിയനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാം. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, അവർക്കറിയാം അവർക്ക് തന്നെ സ്വയം അവരുടെ വാല്യൂ ഇല്ലാത്തതുപോലെ, നഷ്ടപ്പെട്ടു പോയതുപോലെയൊക്കെയുള്ള ഫീലിങ്സാണ്. കാരണം അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. അവരോട് ഒരുപാട് തവണ നിങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ട്. അവർ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും നിങ്ങളോട് അവർ സോറി പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഈ വ്യക്തിയാണ് വളരെ മോശമായിട്ടുള്ള പേഴ്സൺ എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്. ആൻഡ്
ബൈ ലൈങ് ഐ റിറ്റംസ് എപ്പാർട്ട്, ഒരുപാട് കള്ളങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു സ്നേഹം നേടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ആൻസർ തരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പല അസത്യവാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അതൊക്കെ ആ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ, അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നുണ്ടായ ആ സ്ട്രെസ്സ് അവരെ തന്നെ ഇല്ലാണ്ടാക്കുന്ന പോലെ, അവർ തന്നെ ഇല്ലാണ്ടായി പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ, കുറച്ചുകൂടി അവർ നിങ്ങളോട് എക്സ്പ്രസീവ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനിയൊരു അവസരം അവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് നിങ്ങളോട് പറയണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശരിക്കും അവരിപ്പോൾ റിഗ്രറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്സിലാണുള്ളത്. ആ ഒരു ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ് എന്നാണ്. ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കരുതായിരുന്നു, അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് സംഭവിക്കരുതായിരുന്നു എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്, നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളിൻ്റെ സപ്പോർട്ട് ആവശ്യമായിട്ടിരുന്ന സമയത്ത്, നിങ്ങളെ അത്രയും മെൻ്റലി നിങ്ങളെ ടോർച്ചേർഡ് ആയിരുന്നൊരു സമയത്ത് നിങ്ങളെ അവർ വിട്ടു പോവുകയാണ് ചെയ്തത്, നിങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്തത് അവർ. ഓക്കെ, അത് അവർക്ക് ഇപ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ. ഓക്കെ, ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്, ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാഷൻ അവർക്ക് ഒരിക്കലും ഒന്നിനോടും, ഒരു കാര്യത്തോടും, ഒരു വ്യക്തിയോടും ഒന്നും തോന്നിയിട്ടില്ല. അത്രയും ഒരു കെമിസ്ട്രിയാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ആൻഡ് യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ്, അവരുടെ തെറ്റുകൾ തിരിച്ചറിയാനായിട്ട്, അവരുടെ ഷാഡോ സൈഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ അവരെ സഹായിച്ചു, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അവരെ സഹായിച്ചിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇപ്പോഴും അവർ ഈ ഒരു സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യുകയാണ്. കാരണം അവർക്ക് സെൽഫ് ഹീലിംഗ് ഉണ്ടാവുന്നില്ല, അവർക്ക് സ്വയം അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അത്രത്തോളം തെറ്റുകളാണ് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്, നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചതോ അതൊന്നും തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി, നിങ്ങളുടെ ഭാഗത്ത് നിന്നും അവരിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ മനസ്സിലാക്കാൻ അവർ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല. അവർക്ക് നിങ്ങളെ കൂടാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പലപ്പോഴും നിങ്ങളെ കെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ ക്ലിയർ ചെയ്യാൻ, അവരുടെ മൈൻഡ് ക്ലിയർ ചെയ്യാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വയം മനസ്സിലാക്കുന്നു, അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഐ ഫെൽ ലൈക്ക് യു ഡിഡ്ന്റ് കെയർ. ഓക്കെ, അവർ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം, അവരെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒരു പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അവർക്കൊരു അറ്റൻഷൻ കൊടുക്കണമെന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്, മേ ബി അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.